എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കാറ്റക്കിസത്തിൽ 2613 ഇന്നലെ പഠിച്ച ആ ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥനയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 3 ഉപമകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, അതാണ് നമ്മൾ ഇന്നലെ കേട്ടത്. അത് നമ്മൾ പഠിക്കാൻ തുടങ്ങിയെങ്കിലും അത് മുഴുവനായിട്ടില്ല. ഒന്നാമത്തേത്, നിർബന്ധ ബുദ്ധിയായ സ്നേഹിതൻ. നിർബന്ധ ബുദ്ധിയായ സ്നേഹിതൻ നമ്മെ അവിരാമമായ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. അതിൻ്റെ 2ാം ഭാഗമാണ്, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരുവന്, ശ്രദ്ധിക്കണം, ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരുവന് ആവശ്യമുള്ളതെന്തും, അതെല്ലാവരും എന്ന് പറഞ്ഞ് ആവശ്യമുള്ളതെന്തും, ആവശ്യമുള്ളതെന്തും, സർവോപരി എല്ലാ ദാനങ്ങളെയും ഉൾക്കൊള്ളുന്ന പരിശുദ്ധാത്മാവിനെയും സ്വർഗീയ പിതാവ് നൽകും. ഈശോയെ, എന്തോ ഒരു വലിയ രഹസ്യമാണ് ഈശോയെ. എന്തുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ ഇത്രയും ചോദിച്ചിട്ടും കരഞ്ഞിട്ടും ഒന്നും പലതും കിട്ടുന്നില്ല? അതാണ്, പലതും കിട്ടുന്നില്ല. ഞാൻ ഇതിനെ കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലൂക്കായിലെ 3 പ്രാർത്ഥനയുടെ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ഇന്ന് മുതൽ തുറക്കും. പ്രധാനപ്പെട്ട ഒന്ന് എന്താ? ഇവിടെ ഈ പറയുന്ന വാക്യം ഒന്നുകൂടി ശ്രദ്ധിക്കണം. അവിടെ ഇത് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം അതിൻ്റെ വിശദീകരണത്തിനായിട്ട് ഈശോ പഠിപ്പിക്കുന്നതാണ് ഒരു വിഷയം. അപ്പോൾ സബ്ജക്റ്റ് ഇവിടെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിൽ ഈശോ എടുക്കുന്നതാണ്. ഒന്ന് പറയുന്നതാണ്, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടായിരുന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. അതാണ്, എനിക്ക് 3 അപ്പം വായ്പ തരിക. അർദ്ധരാത്രി. ഇത് ഇപ്പോൾ നമ്മൾ മുഴുവനും ഇപ്പോൾ പഠിക്കുന്നില്ല. എവിടെ പഠിക്കുമെന്ന് എനിക്കറിയില്ല ഇത്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുകയാണ്. ഒന്ന്, എന്താണ് രാത്രി? 2, എന്താണ് 3 അപ്പം? എന്താണ് വായ്പ തരിക എന്നെല്ലാം പറയണതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമുക്കൊരു പരിധിവരെ നമ്മൾക്ക് ഇത് വിവരിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ചെന്നിട്ട് നമ്മൾ ഇതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയും, ഞാൻ ഇത്ര കൊന്തയെല്ലാം അല്ലെങ്കിൽ ഇത്ര നൊവേനയെല്ലാം നമ്മൾ ഇന്നമാതിരി ചെയ്യാം. നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടതായ ഒരു പ്രത്യേക രഹസ്യം ഇതാണ്. ആ രാത്രി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരാത്മാവിൻ്റെ അവസ്ഥയാണത്. അവിടെ പറയാണ്, അയാൾ വന്നിട്ട് പറയാണ്, എൻ്റെ ഒരു സ്നേഹിതൻ യാത്രാമധ്യയാണ്. അപ്പം ഇതെല്ലാം സുവിശേഷത്തിൻ്റെ ദൈവിക രഹസ്യങ്ങളുടെ ഭാഷയിൽ നമ്മൾ ചിന്തിക്കണം. ദൈവരാജ്യത്തിൻ്റെ ഭാഷയിൽ യാത്രാമധ്യേ എൻ്റെ ഒരു സ്നേഹിതൻ, ഒരാത്മാവ് യാത്രാമധ്യയാണ്. അത് എങ്ങോട്ടുള്ള യാത്രയാണ്? നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ഒരു യാത്രക്കാരനാണ്. നമ്മൾ ഈ ലോകത്തിൽ ഒരു തീർത്ഥാടകനാണ്. നമ്മളെല്ലാവരും ആത്യന്തികമായിട്ട് ഈ ലോകത്തിൽ
PR പെർമനൻ്റ് റെസിഡൻസ് അല്ല നമുക്ക്. നമ്മൾ ഈ ലോകത്തിലൊരു യാത്രക്കാരനാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ഇനി ആത്മാവിനെ വേണമെങ്കിൽ തിരിച്ചു വിളിക്കാം. ഇന്ന് എന്നെ ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കാം. ഇന്ന് നമ്മൾ ഓരോരുത്തരെയും തിരിച്ചു വിളിക്കാം. നമ്മൾ ഈ ലോകത്തിൽ യാത്രക്കാരനാണ്. അത് തന്നെ മനസ്സിലാക്കുന്നത് വലിയ ഒരു കാര്യമാണ്. നമ്മൾ ഈ ലോകത്തിൽ കുറ്റിയടിച്ച് ഇവിടെ സ്ഥിരമായിട്ട് എന്തോ ഒരു കാര്യമെല്ലാം നടത്തി എസ്റ്റാബ്ലിഷ് ചെയ്ത് വലിയ കാര്യം എന്തൊക്കെ ചെയ്യാനുള്ള തോന്നൽ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് കർത്താവിനെ അങ്ങ് വിട്ടുകൊടുക്കുക. കർത്താവേ, എൻ്റെ ഒരു പദ്ധതിയും അല്ല, അങ്ങ് എന്തോ പദ്ധതി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പദ്ധതിയുടെ ഒരു യാത്രക്കാരനാണ് ഞാൻ. ചിലപ്പോൾ എന്നിലൂടെ അല്ലായിരിക്കാം അത് മുഴുവനും നടത്തുന്നത്, ചിലപ്പോൾ മറ്റാരെങ്കിലൂടെ ആയിരിക്കാം. ഞാൻ അതുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. മദർ തെരേസ പറയുന്നുണ്ട്, കർത്താവ് നിങ്ങളെ എന്തെങ്കിലും വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയുമായിട്ട് നിങ്ങൾക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവരുത്. കർത്താവുമായിട്ടാണ് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകേണ്ടത്. അതാണ്, ആ ശുശ്രൂഷയുമായിട്ടല്ല നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകേണ്ടത്, കർത്താവുമായിട്ട് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ നമ്മളെല്ലാം പ്രാർത്ഥനക്കാരാകാം, എന്നാൽ ആ പ്രാർത്ഥന ശുശ്രൂഷയുമായിട്ടല്ല നമുക്ക് അറ്റാച്ച്മെൻറ്റ്. നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകേണ്ടത് കർത്താവുമായിട്ടാണ്. ഇവിടെ രാത്രി ഒന്ന്, യാത്രാമധ്യേ 3 അപ്പം. ഇപ്പോൾ ഈ രാത്രി എന്നത് പ്രാർത്ഥനയുടെ ഏറ്റവും അഗാധമായ ആവശ്യമുള്ള അവസ്ഥയാണ്. പ്രാർത്ഥന ഏറ്റവും ആവശ്യമുള്ളത് രാത്രിയുടെ യാമങ്ങളിലാണ്. ഈശോ തന്നെ രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രാത്രി മുഴുവൻ, ഇതിപ്പോൾ 11-ാം അധ്യായത്തിലാണ്, ലൂക്ക 6-ാം അധ്യായത്തിലാണ്. രാത്രി മുഴുവനും അവൻ പ്രാർത്ഥനയിലായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ഉപമയിൽ 18-ാം അധ്യായത്തിൽ ഈശോ പഠിപ്പിക്കുന്നത് ദിനരാത്രം പ്രാർത്ഥിക്കുന്നതിൻ്റെ, നിരന്തരം പ്രാർത്ഥിക്കുന്നതിൻ്റെ, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഉപമ പറഞ്ഞു. അതാണ് നമ്മൾ ഈ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇത്ര കൊന്ത ചൊല്ലി, ഒരു കൊന്ത അല്ലെങ്കിൽ 2 കൊന്ത, ഇത്ര കൊന്ത ചൊല്ലി, ഇത്ര നൊവേന ചൊല്ലി, ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പേഴ്സണൽ പ്രയർ, അങ്ങനെ ഒരു കണക്കാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൻ്റെ രാത്രിയിൽ, ഒരു എമർജൻസിയിൽ, ഒരാളുടെ അത്യാവശ്യത്തിൽ അയാൾക്ക് എന്താ വേണ്ടത്? അയാൾക്ക് വേണ്ടതാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഇപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ കുടുംബത്തിലെ അവസ്ഥയായിരിക്കാം, ശുശ്രൂഷയുടെ അവസ്ഥയായിരിക്കാം, നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ അവസ്ഥയായിരിക്കാം. ആ ദൗത്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്, നമ്മുടെ ഭാര്യയ്ക്ക് എന്താണ് ആ ആത്മാവിന് വേണ്ടത്? ആത്മാവിന് വേണ്ടത് കൊടുക്കണം. അതാണ് പ്രാർത്ഥനയ്ക്കുണ്ടാകേണ്ട മറ്റൊരു ശൈലി. അത് നമ്മുടെ കയ്യിലില്ല. എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ ഇരിക്കാനല്ല നമ്മളെ വിളിച്ചേക്കണത്. നമ്മുടെ കയ്യിലില്ല. കണ്ടോ, രാത്രി ഒരാൾ വന്നിരിക്കണം, യാത്രാമധ്യേ, നമ്മുടെ സ്വന്തക്കാരനൊന്നുമല്ല, യാത്രാമധ്യേ. അപ്പോൾ ആ യാത്ര ദൈവരാജ്യത്തിൻ്റെ നിത്യതയിലേക്കുള്ള യാത്രയാണ്. അവിടെ അവന് വേണ്ടത് ദൈവരാജ്യത്തിൻ്റെ നിത്യമായ ദാനമാണ് വേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത് 3 അപ്പം. അപ്പോൾ ഈ 3 അപ്പം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചു, വിശുദ്ധ യോഹന്നാൻ കുറിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞത് വിശ്വാസം, പ്രത്യാശ, സ്നേഹമാണ്. നമ്മൾ എന്തെല്ലാം പ്രാർത്ഥനയിൽ യാചിക്കുന്നുവോ, ഭൗതികമായിട്ടുള്ള യാചനകൾ വേണ്ടി വരുമായിരിക്കാം, പക്ഷെ അതിനേക്കാൾ ആദ്യം നമ്മൾ യാചിക്കേണ്ടത് വിശ്വാസമാണ് നമ്മുടെ അമ്മ എന്നാണ്. വിശ്വാസമാണ് നമ്മുടെ അമ്മ. വിശ്വാസമാണ്.
വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തിന് വേണ്ടി ഇതാ ഈ 3 അപ്പത്തിന് വേണ്ടി അയാൾ അവിടെ മുട്ടുകയാണ്. പക്ഷേ അകത്തു നിന്ന് പറയാനില്ല, എനിക്ക് തരാൻ പറ്റില്ല. എന്നാലോചിച്ച് നോക്കി. എന്നാൽ ഇയാൾ പോകുമോ? പോകില്ല. കാരണം എൻ്റെ ഈ സ്നേഹിതൻ യാത്രാമധ്യയാണ്. അവൻ ദൈവരാജ്യത്തിന്, അവൻ അനന്തതയിലേക്ക്, അവൻ്റെ നിത്യജീവനിലേക്കുള്ള യാത്രയ്ക്ക് ഇത് കിട്ടിയേ തീരും. ഒന്നാലോചിച്ച് നോക്ക്. യാത്രാമധ്യയാണ് അവൻ, യാത്രാമധ്യയാണ്. അർദ്ധരാത്രിയിൽ അവൻ അവിടെ എത്തിയിരിക്കുന്നു. എന്തെങ്കിലും നിർവാഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എത്തില്ലായിരുന്നു. യാത്രാമധ്യേ, അർദ്ധരാത്രി. അപ്പോൾ ഒരാത്മാവിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ 3 അപ്പം. 3 അപ്പം, 3 കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഒരാത്മാവിന് വേണ്ട 3 അപ്പം? അതാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പരിശുദ്ധ പൗലോസ്ലീഹായുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഗീതത്തിൽ നമ്മൾക്കറിയാം, സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളവുമാണ്. വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമാണ്. ആലോചിച്ച് നോക്കിയേ. ഞാൻ എന്നെ തന്നെ ചിന്തിക്കുകയാണ്. ഞാൻ ഈ വാതോരാതെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ ഈ സംസാരത്തിന് വല്ല അഭിഷേകം ഉണ്ടാകുമോ? ഓ, എന്നോട് ക്ഷമിക്കണേ കർത്താവേ. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കാം, കണ്ടോ, സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും, സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. എന്നിട്ട് വീണ്ടും പറയാണ്, ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും, എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും, സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഇനി ഇതിൻ്റെ അവസാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, 8-ാമത്തെ വചനത്തിൽ 7-ാമത്തെ വചനം മുതൽ, സ്നേഹം സകലതും സഹിക്കുന്നു. ഇത് ശരിക്കും നമ്മളെ സഹിപ്പിക്കും കർത്താവ്. എങ്കിൽ മാത്രമേ ആ വിശ്വാസത്തിന് കരുത്തുണ്ടാകുകയുള്ളൂ. നമ്മളെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പലതും കിട്ടാത്തത്? നമ്മൾ കൂടുതൽ നിർബന്ധിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് ഇയാൾ എഴുന്നേറ്റൊന്നും കൊടുക്കുന്നില്ല? ഇയാൾ പറയാണ്, ഇല്ല, എനിക്ക് തരാൻ പറ്റില്ല, ഞാനും കുഞ്ഞുങ്ങളും കിടക്കയിൽ മൂടിപ്പൊതിച്ച് കിടക്കുകയാണ്, ഇപ്പോൾ എഴുന്നേറ്റ് തരാൻ പറ്റില്ല എന്ന് പറയുന്നതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് എല്ലാം പറയുന്നത്, അത് ഇയാളുടെ ആഗ്രഹത്തെ കൂടുതൽ ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ചോദിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അങ്ങ് കിട്ടുകയാണെങ്കിൽ അതിനൊരു വിലയുണ്ടാവില്ല. നമ്മളെന്തെങ്കിലും ചോദിക്കുന്നത് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അതിന് ഉള്ള വിലയും, മറിച്ച് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം നാൾ തപസ്സെടുത്ത് വളരെയധികം നാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് കിട്ടുമ്പോഴാണ് അതിന് വേറൊരു വില, അതിന് വില വേറെ ഒന്നാണ്. അത് വളരെ വിലപിടിപ്പുള്ള ഒന്നായതുകൊണ്ടാണ് അത് പെട്ടെന്ന് കൊടുക്കാത്തത് എന്നാണ് പറയുന്നത്. അത് വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് അവനെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്നു. കൂടുതൽ സമയം ഇല്ല, അത് പെട്ടെന്ന് കൊടുത്താൽ ശരിയാവില്ല. അവൻ്റെ ആഗ്രഹം, അവൻ്റെ തീഷ്ണത ഒന്ന് മനസ്സിലാകട്ടെ. അവൻ എന്നാൽ ശരി ചോദിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് പോകുകയാണെങ്കിൽ പോട്ടെ, നോക്കട്ടെ അവൻ എത്ര നേരം മുട്ടുമെന്ന്. ഇതെല്ലാം കർത്താവിൻ്റെ ചില പ്രാർത്ഥനയുടെ വലിയ രഹസ്യങ്ങളാണ്. പ്രാർത്ഥനയുടെ വിസ്മയം എന്ന് പറയുന്നത് അതാണ്.
അപ്പോൾ നമ്മൾ ആ കാനാൻകാരി പെണ്ണിനെ കുറിച്ച് പഠിച്ച പോലെ അവൾ എന്ത് ചെയ്തിട്ടും പോയില്ല. അവൾ പോയില്ല. അവസാനം കർത്താവ് പറഞ്ഞ് ഇത് മക്കൾക്ക് കൊടുക്കണത് നായ്ക്കൾക്ക് കൊടുക്കില്ല. ഇതെങ്കിലും കേട്ടാൽ അവൾ ഉടനെ വിമ്മിഷ്ടപ്പെടുക. എന്നാൽ ശരി ഞാൻ പോകാമെന്നും പറഞ്ഞിട്ട് പോകുമെന്ന് വിചാരിച്ചു. അവൾ പോയില്ല. മറിച്ച് അവൾ കർത്താവിനോട് പറയാണ്, ആ നായ്ക്കൾക്ക് കൊടുക്കുന്നത് എനിക്ക് തന്നാൽ മതി. നായ്ക്കളും ആ അപ്പക്കഷ്ണം കൊണ്ടാണല്ലോ ജീവിക്കണേ. അത് കേട്ടപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ഭാഷയാണ്. എന്ന പോലെ ഇവിടെ ഇയാൾ രാത്രിയുടെ അർദ്ധരാത്രിയിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്തിട്ട് ഇയാൾ പോകുന്നില്ല. അതുപോലെ ഒരു നിർബന്ധത നമുക്ക് വേണം. നമ്മൾ നിശ്ചയിച്ചിരിക്കുകയാണ്, നമ്മൾ പോകണ പ്രശ്നമില്ല ഇത് കിട്ടാണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ ചോദിക്കുന്നുവോ അത് കിട്ടാണ്ട് നമ്മൾ പോകില്ല എന്ന് പറയുന്നത് ഏതവസ്ഥയിലാണ്? ഒന്ന്, ഈ അകത്തിരിക്കുന്ന ആളുടെ കയ്യിൽ ഇതുണ്ട്, ഈ അപ്പം അയാളുടെ കയ്യിലുണ്ട്, അവിടെ നിന്നേ ഇത് കിട്ടുള്ളൂ, അയാളുടെ കയ്യിൽ അതുണ്ട് എന്നുള്ള പൂർണ്ണ അവബോധം. അതെനിക്ക് അവകാശമാണ്, എനിക്ക് തന്നേ തീരൂ, ഞാനതില്ലാണ്ട് പോകില്ല എന്നുള്ള ഒരു വാശി, എന്നുള്ള ഒരു നിർബന്ധം. ഇത് രണ്ടും നമുക്കുണ്ടാകണം. മൂന്നാമത്, ഇതെനിക്ക് വേണ്ടിയല്ല, ഇതെൻ്റെ സ്വാർത്ഥതയോ എൻ്റെ ആഗ്രഹത്തിനോ വേണ്ടിയല്ല. ഇത് ഒരാൾ യാത്രാമധ്യയാണ്, അയാൾക്ക് വേണ്ടിയുള്ളതാണ്. അയാൾക്ക് ഞാനിത് കൊടുക്കും. പിന്നെ ഞാൻ ഇത് വായ്പയാണ് ചോദിക്കണത്, പിന്നെ തിരിച്ചു തരാമെന്നും കൂടി പറഞ്ഞിട്ടാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ, പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലാവുമായിരിക്കും. ഞാൻ കുറേ പ്രാർത്ഥിച്ച് നോക്കി അതെന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ആ യാത്ര, ആ തിരിച്ചു തരാം, എങ്ങനെ ഞാൻ തിരിച്ചു തരും അതെനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവിടെ 1 കൊരിന്ത്യർ 13 പറയുന്ന ഒരു പ്രധാന രഹസ്യമുണ്ട്. നമുക്ക് നമ്മുടെ സ്നേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ഒരവസ്ഥയാണ് വിശ്വാസം, സ്നേഹം. കണ്ടോ, എൻ്റെ വിശ്വാസം, സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. ഇപ്പോൾ നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളൊരാളോട് പറയുമ്പോൾ അയാളെ വിശ്വാസമില്ല. ആ വിശ്വാസമില്ലാത്ത ആളെ പിന്നെ എങ്ങനെ അയാളുമായിട്ടൊരു കൂട്ടായ്മ നമുക്കുണ്ടാവും? ഇപ്പോൾ നമ്മുടെ ശുശ്രൂഷയിലുള്ള ഒരാൾ, അവനെ സൂക്ഷിക്കണം കേട്ടോ, അവനാൾ പക്ഷേ അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അവന് നമുക്ക് ശരിക്കും സ്നേഹമില്ലെന്നർത്ഥം. ഇപ്പം ഞാൻ ശുശ്രൂഷ നയിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരുപാട് ശുശ്രൂഷകരുണ്ട്. ഞാൻ ചിലവർക്ക് ചെക്കൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, കാരണം എനിക്ക് അവിടെ ഉണ്ടാകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ചെക്ക് ഞാൻ സൈൻ ചെയ്ത് തന്നേക്കാണ്. ആ സമയത്ത് ഞാൻ പറയുന്ന എമൗണ്ട് എഴുതി നീ ബാങ്കിൽ ഇട്ടേക്കണം. എന്തൊരു വിശ്വസ്തയോടെയാണ് ഞാനത് കൊടുക്കുന്നത്. ഞാൻ അവനെ വിശ്വസിക്കുകയാണ്. അത് സ്നേഹമാണ്. അപ്പോൾ നീ ഇല്ല, അത് വേണ്ട, അവൻ്റെ കയ്യിൽ കൊടുക്കണ്ട, അത് വേണ്ട എന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥ വ്യത്യാസമുണ്ട്. കണ്ടോ, സ്നേഹമില്ല. വിശ്വാസവും സ്നേഹവും തമ്മിലുള്ള ബന്ധം അതാണ്. സ്നേഹം സകലതും വിശ്വസിക്കുന്നു, അതാണ് സ്നേഹം. സകലതും വിശ്വസിക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള ഈ കാശോ എൻ്റെ കയ്യിലുള്ളതൊന്നും എൻ്റെ അല്ല, അതുകൊണ്ട് ചെക്ക് എഴുതി അവിടെ വെച്ചിരിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊന്നും എൻ്റേതല്ല, എനിക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നൊന്ന് വിശ്വസിച്ച് നോക്കിയേ. എനിക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ സഹശുശ്രൂഷകരെ ദൈവം തന്നെ തന്നിരിക്കുന്നതാണ്. ദൈവമാണ് അവരെ എൻ്റെ കൂടെ സഹശുശ്രൂഷകരായി തന്നിരിക്കുന്നത്. ഒരിക്കൽ നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് ഒരാൾ
മറ്റാർക്കും സ്വീകരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇയാളെ പറ്റില്ല ബ്രദറെ, ഇയാളെ പറഞ്ഞു വിടാൻ നല്ലത്, അവർക്ക് വേറെ എവിടെയെങ്കിലും പോയിക്കോട്ടെ, ഞങ്ങൾക്ക് പറ്റില്ല ഈ ആളുമായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട്. നിസാര കാര്യത്തിന് വെറുതെ ബഹളവും ഒച്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അവസാനം ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു പണി, നീ പോയിക്കോ, വേറെ എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അവർ ഭയങ്കര കരച്ചിലും ബഹളമായി. അവസാനം ബാഗ് എടുത്തിട്ട് പോകാനായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പോകാണെന്ന് പറഞ്ഞ് പോകാനിറങ്ങുമ്പോൾ കർത്താവ് എന്നോട് പറയാണ്, സ്റ്റോപ്പ്, അവർ വിടല്ലേ, നിർത്താൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞ വചനം ഇതാണ്, സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. ഞാൻ അവരെ തിരിച്ചു വിളിച്ചു, എന്നോട് ക്ഷമിക്കണേ, നീ പോവില്ല, നീ ഇവിടെ തന്നെ നിൽക്കണം, എന്ത് പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ഞാൻ സ്വീകരിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ടീമംഗങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടു കർത്താവ് ഇതാ പറയണത്. അതുകൊണ്ട് നമ്മൾ ആ വ്യക്തിയെ നമ്മുടെ കൂടെ തന്നെ നിർത്തണം. കർത്താവ് അന്ന് പറഞ്ഞൊരു കാര്യം കൂടി പറയാം. കർത്താവ് പറയാണ്, നീയും കൂടി ഇയാളെ തിരിച്ചു വിടുകയാണെങ്കിൽ ഞാൻ പിന്നെ ആ ആളെ എവിടേക്ക് അയക്കും? ഇതാണ് പറഞ്ഞത്. എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. എന്തിനു പറയണു? ആ ആളിപ്പോഴും 20 വർഷത്തിലേറെ ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, വളരെ മനോഹരമായിട്ട് ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തിയെ ഒരു ഇൻഡിവിജ്വലായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിയെ ഒരു ഇൻഡിവിജ്വലായിട്ടല്ല കാണേണ്ടത്. ആ വ്യക്തി കർത്താവ് നമ്മളുടെ കൂട്ടത്തിലേക്ക് അയച്ച കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷകനാണെന്ന് കാണണം. കർത്താവാണ് ആ വ്യക്തി എൻ്റെ അടുത്ത് അയച്ചേക്കണത്. ഞാൻ നമ്മുടെ ശുശ്രൂഷയിലുള്ള ആരെയും പറഞ്ഞു വിടാറില്ല. കർത്താവാണ് അവരെ അയച്ചേക്കണത്, ഞാനല്ല. ഞാൻ വിളിച്ചിട്ടുമല്ല വന്നത്, കർത്താവാണ് അവരെ അയച്ചേക്കണത് നമ്മുടെ അടുത്തേക്ക്. ഇത് എല്ലാവരെയും സംബന്ധിച്ചത് തന്നെയാണ്. കർത്താവിനെ അവിടെ കാണുക, കർത്താവാണ് അവരെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിൽ നമ്മൾ നിലനിൽക്കാൻ ശ്രമിക്കണം. ഇവിടെയാണ് പ്രാർത്ഥനയുടെ വിസ്മയം. സ്നേഹം സകലതും സഹിക്കുന്നു. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ കപ്പാസിറ്റി എന്നത് സകലതും സഹിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അവിടെയാണ് വിശ്വാസം സ്നേഹവും തമ്മിലുള്ള കൂട്ടായ്മ. തുടർന്ന് സ്നേഹം സകലതും വിശ്വസിക്കുന്നു. നമ്മൾ ആ വ്യക്തിയെ വിശ്വസിക്കണം, പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. മറ്റു പലരും ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ടാകാം, പക്ഷേ നമ്മളങ്ങ് വിശ്വസിക്കണം. അടുത്തത്, സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. കണ്ടോ, ഇവിടെ തന്നെ ഈ 3 പുണ്യങ്ങളെക്കുറിച്ചും ഉള്ള പരസ്പര ബന്ധം വർണ്ണിച്ചിരിക്കുകയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. അപ്പോഴെന്ത് സംഭവിക്കും? സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. എന്നിട്ട് അതിൻ്റെ മധ്യത്തിൽ പറയുകയാണ്, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ താനെ അസ്തമിക്കും. ഇതാണ് വളർച്ച എന്ന് പറയുന്നത്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. എന്നാൽ പൂർണ്ണമായവ വരുമ്പോൾ അപൂർണമായവ താനെ അസ്തമിച്ചോളൂ. പൂർണ്ണമായവ എന്താ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അത് വരുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം ചെയ്തു, ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവടിച്ചു. പ്രായപൂർത്തി എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിലുള്ള നമ്മളുടെ ഒരു മെച്യൂരിറ്റിയാണ്, ആത്മീയ ജീവിതത്തിലുള്ള നമ്മുടെ പക്വത.
ആ പക്വത എന്ന് പറയുന്നത് ഈ സ്നേഹം വിശ്വാസവും തമ്മിലുള്ള ആ ബന്ധമാണ്. എന്നിട്ട് അവസാനം പറയുകയാണ്, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. കണ്ടോ, നേരിട്ട് കർത്താവുമായിട്ട് ദർശനം ഉണ്ടാവുന്നു. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. എപ്പോൾ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ മൂന്നും നിലനിൽക്കുന്നു, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. അപ്പോൾ ഇതാണ് ഈ ഈശോ ഇവിടെ പറയുന്ന ആ 3 അപ്പം എന്ന് പറയുന്നത്. ആ 3 അപ്പം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്നന്ന് വേണ്ട ആഹാരമാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അന്നന്ന് വേണ്ട ആഹാരം നമുക്ക് നൽകണേ. നമ്മുടെ ആത്മാവിന് അന്നന്ന് വേണ്ട ആഹാരം ഈ 3 അപ്പമാണ്. അതെന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തെക്കുറിച്ചുള്ളതാണ് ഈ 13-ാം അധ്യായം മുഴുവനും. നമ്മൾ അത് പലപ്പോഴും ചിന്തിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച് മാത്രമാണെന്നാണ്. അല്ല, അതിനാദ്യം തന്നെ പറയുന്നുണ്ട്, വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ എന്ത് പ്രയോജനം? പിന്നെ അതിൻ്റെ മധ്യത്തിൽ പറയുകയാണ്, സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോഴോ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ലാത്ത അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോ ഒരു വരണ്ട അവസ്ഥയാണത്, പ്രത്യാശയില്ലാത്തവരെ പോലെ. അപ്പം എന്തുകൊണ്ടാണ് ആ പ്രത്യാശയില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത്? ഈ വിശ്വാസവും സ്നേഹവും കൂടി ഏറ്റുമുട്ടാഞ്ഞിട്ടാണ്. വിശ്വാസവും സ്നേഹവും കൂടി ഏറ്റുമുട്ടുമ്പോഴാണ് പ്രത്യാശ ഉണ്ടാകുന്നത്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, വിശ്വാസം എന്ന ദാനം അബ്രാഹത്തിന് ദൈവം കൊടുത്തു. അതിൽ നിന്നാണ് പ്രത്യാശ ഉണ്ടായത്. അബ്രാഹത്തിനോട് പറയുകയാണ്, പ്രത്യാശയ്ക്ക് യാതൊരു വകുപ്പുമില്ലാതിരിക്കെ താൻ വയസ്സായി, തൻ്റെ ഭാര്യയും വയസ്സായി, അവളുടെ ഗർഭപാത്രം വരണ്ടു, അവളുടെ ഉദരം വരണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, അതായത് അവൾക്ക് മെനസ്ട്രേഷൻ പീരീഡ് എല്ലാം നിന്ന് വയസ്സായിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, നിനക്കൊരു കുഞ്ഞുണ്ടാവും. എനിക്കോ ഇത് വയസ്സായിരിക്കോ? അബ്രാഹാം ഒരു ചിരി. എന്താണ് ആ ചിരി? പ്രത്യാശയാണ്, വിശ്വാസത്തിൻ്റെ ചിരിയാണത്. ആ ചിരി എന്നാണ് ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. ചിരി, പൊട്ടിച്ചിരി. അങ്ങനെ അബ്രാഹത്തിൻ്റെ പ്രത്യാശയാണ് ഇസഹാക്ക്, ചിരി. അതിൽ നിന്ന് ആ വിശ്വാസം പ്രത്യാശയും കൂടി ചേർന്നപ്പോൾ മൂന്നാമത് യാക്കോബ് ഉണ്ടാകുന്നു, സ്നേഹം മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വലിയ ഒരു രഹസ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? നമ്മൾ എപ്പോൾ പ്രാർത്ഥിക്കണം? ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? നമ്മൾ നോക്കൂ, നമ്മൾ ആർക്ക് വേണ്ടി നോക്കിയാലും അവരുടെ കുറവ് ഈ 3 കാര്യങ്ങളിൽ ഒന്നായിരിക്കും: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നമ്മൾ നോക്കിക്കോ, നമ്മൾ ഈ ലോകത്തിൽ ആർക്ക് വേണമെങ്കിൽ നോക്കിക്കോ, എല്ലാവരും യാത്രാമധ്യയാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരും അർദ്ധരാത്രിയിലാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ജാതി മതസ്ഥരും ദൈവരാജ്യത്തിലെ നിത്യതയിലേക്കുള്ള യാത്രാമധ്യത്തിലാണ്. അവർക്ക് വാസ്തവത്തിൽ വേണ്ടത് എന്താണ്? അവർക്ക് വേണ്ടത് വിശ്വാസം, പ്രത്യാശ, സ്നേഹമാണ്. ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നത് അവർക്ക് ലഭിക്കാൻ അവർക്ക് സ്വയം വിശ്വാസമില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ കയ്യിലില്ലാത്ത. അവിടെയാണ് നമ്മൾ ഒരു മീഡിയേറ്റർ പോലെയാണ്. നമ്മൾക്ക് നമ്മുടെ കയ്യിലുമില്ല. അതാണ്, ഈ സ്നേഹിതൻ്റെ കയ്യിലുമില്ല, പക്ഷെ അയാൾക്ക് ഒരാളെ അറിയാം, ഇതുള്ള ഒരാളെ അറിയാം. അതാണ് പ്രാർത്ഥനയുടെ വിസ്മയം.
നമുക്ക് ഇതുള്ള ഒരാളെ അറിയാം. അതാരാ? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അവിടെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഈശോയും പരിശുദ്ധാത്മാവിനെയും നമുക്കറിയാം. ഇവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് കിട്ടും. നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് നന്ദി പറയാം.